ഡിയർ സ്റ്റുഡൻസ്, പുതിയ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ്. എറേഴ്സ് എങ്ങനെയാണ് ഉത്തരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തു വരുന്നത്. കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല്, ഹരിക്കല് തുടങ്ങിയ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനുകളിൽ എറേഴ്സ് എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നത്. അതിൽ ആദ്യത്തെ രണ്ട് ഓപ്പറേഷൻസ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അഡീഷനും സബ്ട്രാക്ഷനും. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ, രണ്ടോ അതിലധികം എത്ര ആയിക്കോട്ടെ, ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിൽ കൂട്ടിയിട്ട് പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചതിന് ശേഷം പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ ഈ മെഷർമെന്റുകളിൽ സംഭവിച്ച എററുകൾ എങ്ങനെയാണ് ഉത്തരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എറർ ഇൻ എ സം ഓർ ഡിഫറൻസ്, തുകയില് അല്ലെങ്കിൽ വ്യത്യാസത്തിൽ വരുന്ന എററുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതൊരു എക്സാമ്പിളിലൂടെ പറയാം. Z is equal to x plus y. X എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വിലയോടുകൂടി y എന്ന് പറയുന്ന അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വേറെ വില കൂട്ടിയപ്പോൾ എനിക്ക് Z എന്ന് പറയുന്ന വാല്യൂ കിട്ടിയിട്ടുണ്ട്. എക്സും കൂട്ടണം വൈയും കൂടി കൂട്ടിയാൽ ഏത് കിട്ടുന്നത്? Z കിട്ടുന്നത്. നോക്കൂ, x അളന്നപ്പോൾ സ്വാഭാവികമായിട്ടൊരു എറർ സംഭവിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ഡെൽറ്റ എക്സ് എന്ന് രേഖപ്പെടുത്തിയാൽ എക്സിലെ എറർ എനിക്ക് ഇങ്ങനെ എഴുതാം: എക്സ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എക്സ്. വാട്ട് ഈസ് ഡെൽറ്റ എക്സ്? അത് എക്സ് അളക്കുമ്പോൾ സംഭവിച്ച ഒരു ചെറിയ തെറ്റാണ്. കൂടിയിട്ട് വരാം, കുറഞ്ഞിട്ട് വരാം. അതുകൊണ്ടാണ് ഞാൻ പ്ലസ് ഓർ മൈനസ് എന്നിട്ട് വെച്ചത്. സിമിലർലി വൈ അളന്നപ്പോൾ സംഭവിച്ച എറർ ഇങ്ങനെ ചേർത്ത് എഴുതാം: വൈ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വൈ. അപ്പൊ എക്സിലും ഒരു ചെറിയ എറർ സംഭവിച്ചിട്ടുണ്ട്, വൈയിലും ഒരു ചെറിയ എറർ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എക്സിനോടുകൂടി വൈ കൂട്ടിയാൽ കിട്ടുന്ന Z എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എറർ സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ചോദ്യം. നമ്മുടെ നേരിട്ടുള്ള ഉത്തരം എന്ത് തന്നെയാണ്? Z എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലും അളവിലും എറർ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അത് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ അതിന്റെ ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ. ആ ഡെറിവേഷൻ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് അത്ര പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ ഉത്തരത്തിലേക്ക് എത്തുകയാണ്. Z എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എററിനെ എനിക്ക് ഇങ്ങനെ എഴുതാം: Z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z. So our equation becomes Z plus or minus delta Z is equal to x plus or minus delta x plus y plus or minus delta y. അങ്ങനെയെങ്കിൽ Z എന്ന് പറയുന്ന ഉത്തരത്തിൽ കിട്ടിയ എറർ ഡെൽറ്റ Z എന്ന് പറയുന്നത് എക്സിലെ എറർ കൂട്ടണം വൈയിലെ എറർ ആയിരിക്കും. ഇതാണ് ഉത്തരം. അപ്പൊ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ വാല്യൂകൾ തമ്മിൽ ചേർത്താൽ, കൂട്ടിയാൽ ഉത്തരത്തിലെ എറർ ഡെൽറ്റ Z എന്നുള്ള രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഡെൽറ്റ Z എന്നുള്ളത് ഏതിനാണ് നമ്മൾ കൊടുക്കാറുള്ളത്? ഡെൽറ്റ എ അബ്സല്യൂട്ട് എററിനാണ്. അപ്പൊ കൂട്ടുമ്പോൾ എറർ ആബ്സല്യൂട്ട് എററിന്റെ രൂപത്തിലാണ് കൈമാറ്റം ചെയ്തു പോകുന്നത്. ആബ്സല്യൂട്ട് എറർ ഇൻ ദ റിസൾട്ടിലെ ആബ്സല്യൂട്ട് എറർ കിട്ടണമെങ്കിൽ എക്സിലെ ആബ്സല്യൂട്ട് എററിനോട് കൂടി വൈയിലെ ആബ്സല്യൂട്ട് എറർ ചേർത്താൽ മതി. മനസ്സിലായല്ലോ? മാക്സിമം ആബ്സല്യൂട്ട് എറർ ആണ് പറഞ്ഞത്. എററുകൾക്കിടയ്ക്ക് മൈനസ് എന്ന് പറയുന്ന ഒരു ചിഹ്നമില്ല. കാരണം എക്സ് അളക്കുമ്പോൾ തെറ്റുണ്ട്, വൈ അളക്കുമ്പോൾ തെറ്റുണ്ട്. അങ്ങനെയെങ്കിൽ സെഡിൽ എക്സിലെ തെറ്റും വൈയിലെ തെറ്റും കൂടി ചേർന്ന വലിയ ഒരു തെറ്റായിരിക്കും, ഒരു എറർ ആയിരിക്കും ഉത്തരത്തിലേക്ക് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മൈനസ് എന്ന് പറയുന്ന ചിഹ്നം വരില്ല. മനസ്സിലായല്ലോ? റിസൾട്ടിലെ എറർ ഇസ് ഈക്വൽ ടു ഒന്നാമത്തെ അളവിലെ എറർ കൂട്ടണം, രണ്ടാമത്തെ അളവിലെ എറർ കണ്ടാൽ മതി. ഇതിപ്പോ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ഡിഫറൻസ് ആണ് കാണുന്നതെങ്കിൽ, എക്സ് മൈനസ് വൈ കണ്ടാലാണ് സെറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ഉത്തരത്തിലെ എറർ ഡെൽറ്റ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സിലെ എറർ കുറയ്ക്കണം വൈയിലെ എറർ എന്നല്ല. അതാണ് പറഞ്ഞതിന്റെ പ്രത്യേകത. നിങ്ങൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ കുറയ്ക്കലാണെങ്കിലും കൂട്ടലാണെങ്കിലും ഉത്തരത്തിലെ എറർ കിട്ടണമെങ്കിൽ ഒന്നാമത്തെ അളവിലെ എററിനോടുകൂടി രണ്ടാമത്തെ അളവിലെ എറർ കൂട്ടുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഹെഡിങ് കൊടുത്തു വെച്ചത്, സം ഓർ ഡിഫറൻസ്. തുക കാണലോ വ്യത്യാസം കാണലോ ആയാലും ഉത്തരത്തിലെ എറർ കണ്ടെത്താൻ അളന്ന അളവുകളിലെ എററുകൾ തമ്മിൽ കൂട്ടിയെടുക്കുക. ഇത് മാത്രമേ വഴിയുള്ളൂ.
Absolute error in the result is equal to absolute error in first measurement plus absolute error in second measurement. There is no negative sign. Okay അല്ലോ. കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ രണ്ടാമത്തെ വരുന്നത് ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും എങ്ങനെയാണ് ഉത്തരങ്ങളിലേക്ക് ഈ എറർ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. കൂട്ടലും കുറയ്ക്കലും ഇപ്പൊ നമ്മൾ കണ്ടല്ലോ. കൂട്ടലും കുറയ്ക്കലിലും ആബ്സല്യൂട്ട് എറർ ആണ് പ്രത്യക്ഷപ്പെടുന്നത്. അതേസമയം ഗുണിക്കലും ഹരിക്കലും വന്നാൽ എറർ ഓഫ് എ പ്രോഡക്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓർ എ കോഷ്യന്റ്. ഹരിക്കലോ ഗുണിക്കലിലോ എങ്ങനെയാണ് എറർ പ്രത്യക്ഷപ്പെടുന്നത്? ഞാൻ ഉത്തരം മാത്രമേ ഇവിടെ എഴുതാൻ ശ്രമിക്കുന്നുള്ളൂ. ഇതാണ് നമ്മളുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി. Z is equal to x into y. നേരത്തെ a into a plus b എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ x ഉം y എടുക്കുന്നു. രണ്ടാളുകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ ആരെ കിട്ടി? Z കിട്ടി. സ്വാഭാവികമായിട്ടും എക്സിൽ എറർ എങ്ങനെ രേഖപ്പെടുത്താം? x plus or minus delta x. y എറർ എങ്ങനെ രേഖപ്പെടുത്താം? y plus or minus delta y. അപ്പൊ സ്വാഭാവികമായിട്ടും z ൽ സംഭവിച്ച എറർ എങ്ങനെ രേഖപ്പെടുത്താം? z plus or minus delta z. ഇതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോണത് എന്താണ്? z plus or minus delta z is equal to x plus or minus delta x into y plus or minus delta y. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എററിന്റെ രൂപം എങ്ങനെയാണ്? ഡെൽറ്റ z by z is equal to ഡെൽറ്റ x by x plus ഡെൽറ്റ y by y. അബ്സല്യൂട്ട് എറർ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് പോലെയാണത്. അപ്പൊ ഗുണിക്കൽ വരുന്ന സമയത്ത് റിലേറ്റീവ് എറർ ആണ് എറർ പ്രത്യക്ഷപ്പെടുന്നത്. റിലേറ്റീവ് എറർ ഇൻ ദ റിസൾട്ട് ഈക്വൽ ടു സം ഓഫ് റിലേറ്റീവ് എറർ ഇൻ ഇൻഡിവിജ്വൽ മെഷർമെന്റ്. എക്സും വൈയും കൂടി ഗുണിച്ചപ്പോഴാണ് ഏത് കിട്ടിയത്? സെഡ്. എക്സിൽ എറർ സംഭവിച്ചു ഡെൽറ്റ എക്സ്, വൈയിൽ എറർ സംഭവിച്ചു ഡെൽറ്റ വൈ. അപ്പൊ സെഡിലും സ്വാഭാവികമായിട്ട് എറർ വരും ഡെൽറ്റ സെഡ്. അങ്ങനെയെങ്കിൽ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന സെഡിൽ പ്രത്യക്ഷപ്പെടുന്ന എറർ റിലേറ്റീവ് എററിന്റെ രൂപത്തിലാണ്. മാക്സിമം റിലേറ്റീവ് എറർ എല്ലാം കൂടി കൂട്ടിയിടുക. മാക്സിമം റിലേറ്റീവ് എറർ ഇൻ ദ റിസൾട്ട് ഈസ് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു സം ഓഫ് തുകയാണ് ഡെൽറ്റ എക്സ് ബൈ എക്സ്, എക്സിലെ റിലേറ്റീവ് എറർ അതാണ് ആദ്യത്തെ അളവ്, ആൻഡ് ഡെൽറ്റ വൈ ബൈ വൈ റിലേറ്റീവ് എറർ ഇൻ ദ സെക്കൻഡ് മെഷർമെന്റ്. വൈ എന്ന് പറയുന്നതിലെ റിലേറ്റീവ് എററിനോട് കൂടി എക്സ് എന്ന് പറയുന്നതിലെ റിലേറ്റീവ് എറർ കൂട്ടിയാൽ ഉത്തരത്തിലെ അഥവാ എക്സ് ഇൻറ്റു വൈയിലെ റിലേറ്റീവ് എറർ കിട്ടിയിരിക്കും. ഇത് ഗുണിക്കലായാലും ശരി, അതേസമയം ഇത് ഹരിക്കലായാലും ശരി, എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്നായാലും ശരി, റിലേറ്റീവ് എറർ പ്രത്യക്ഷപ്പെടുന്നത് ഈ രൂപത്തിൽ മാത്രമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഗുണിക്കലും കിട്ടി, ഹരിക്കലും കിട്ടി. ഓക്കെ അല്ല? നോക്കാം. മൂന്നാമത്തത് എങ്ങനെയാണ് എറർ പ്രത്യക്ഷപ്പെടുന്നത്? പവർ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. എറർ ഇൻ എ ക്വാണ്ടിറ്റി റേസ്ഡ് ടു എ പവർ. പവർ വരുന്ന രീതിയിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വന്നാൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഈ രൂപത്തിൽ വന്നാൽ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് ഈ എറർ കൈമാറ്റം ചെയ്യപ്പെടുന്നത്? ജനറൽ ആയിട്ട് പറയുന്നതിന് മുൻപ് ഞാനൊരു എക്സാമ്പിൾ പറയാം. z is equal to x square. എക്സിന്റെ പവർ 2 ആണ്. ഇങ്ങനെ പവർ വരുന്ന രീതിയിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി വന്നാൽ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എറർ കൈമാറ്റം ചെയ്യപ്പെടുന്നത്? അപ്പൊ z is equal to x square എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാട്ടാ. z is equal to x into x. ശരിയല്ലേ? എക്സിൽ സംഭവിച്ച എറർ x plus or minus delta x. അതുകൊണ്ട് z is equal to x into x എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും ഇത് പ്രോഡക്റ്റിന്റെ അതേ റൂളിലേക്ക് വരണം. അതുകൊണ്ട് റിലേറ്റീവ് എറർ ഇൻ ദ റിസൾട്ട് ഡെൽറ്റ z by z is equal to ഡെൽറ്റ x by x plus ഡെൽറ്റ x by x. എത്ര തവണ വന്നിട്ടുണ്ട്? 2 തവണ. സോ ഇറ്റ് ഈസ് ഡെൽറ്റ z by z is equal to 2 times ഡെൽറ്റ x by x. ഇതാണ് റിസൾട്ട് വന്നത്. അപ്പൊ z is equal to x square എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്താ വന്നത്? 2 into x ൽ സംഭവിച്ച റിലേറ്റീവ് എറർ. അപ്പൊ അത്
എക്സ് ക്യൂബ് ആണെങ്കിലോ അപ്പൊ അത് വരേണ്ടത് 3 ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ എക്സ് ആണ്. അപ്പൊ ജനറലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞാൽ z is equal to x ഘാതം n എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരിക ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ എക്സ് എന്നായിരിക്കും. ആ പവർ ഇടതു ഭാഗത്തേക്ക് ഇറക്കിയിട്ടതിന് ശേഷം ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെ റിലേറ്റീവ് എറർ കൊണ്ട് ഗുണിക്കുക. ഇപ്പൊ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് കംപ്ലീറ്റ് ആയി. കൂട്ടലായി കുറയ്ക്കലായി. കൂട്ടലിലും കുറയ്ക്കലിലും ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റികളിലുള്ള ആബ്സല്യൂട്ട് എററുകൾ തമ്മിൽ കൂട്ടിയിടുക മാത്രം ചെയ്യുക. ഗുണിക്കലും ഹരിക്കലിലും ആബ്സല്യൂട്ട് എറർ അല്ല വരിക, റിലേറ്റീവ് എറർ ആണ്. അളവുകളിലെ റിലേറ്റീവ് എററുകൾ തമ്മിൽ കൂട്ടിയെടുത്താൽ ഗുണിക്കലിലും ഹരിക്കലിലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പവർ വരുന്ന രീതിയിൽ വന്നാൽ അത് ഗുണനത്തിന് തന്നെ തുല്യമായ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പൊ പവർ ഇടതുഭാഗത്തേക്ക് ഇറക്കിയിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ റിലേറ്റീവ് എറർ കൊണ്ട് ഗുണിച്ചാൽ ഉത്തരത്തിലെ റിലേറ്റീവ് എറർ കിട്ടിയിരിക്കും. ഓക്കെ അല്ലേ? അടുത്തത് നോക്കുക. റിലേറ്റീവ് എററിനെ നമുക്ക് പെർസെന്റേജ് എറർ ആക്കാൻ അറിയാം. അപ്പൊ ചില പ്രോബ്ലങ്ങളിൽ റിലേറ്റീവ് എററിന് പകരം ഉത്തരത്തിലെ പെർസെന്റേജ് എറർ കണ്ടെത്താനാണ് പറയുക. അത്തരം സന്ദർഭങ്ങളിലേക്ക് നമുക്ക് റിലേറ്റീവ് എററിനെ മാറ്റി എഴുതാം. ഇപ്പൊ z is equal to x into y. എന്താണ് ഉത്തരത്തിലെ എറർ? റിലേറ്റീവ് എറർ ഇൻ ദ റിസൾട്ട് ഡെൽറ്റ z by z is equal to റിലേറ്റീവ് എറർ ഇൻ x plus റിലേറ്റീവ് എറർ ഇൻ y. ഈ റിലേറ്റീവ് എററിനെ 100 കൊണ്ട് ഗുണിച്ചാൽ എന്തായി? പെർസെന്റേജ് എറർ ആയിട്ടോ. അപ്പൊ ഞാൻ എല്ലാ ടൈമിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ റിലേറ്റീവ് എറർ ഇൻറ്റു 100 എന്താ പേര്? പെർസെന്റേജ് എറർ. അപ്പൊ എന്റെ ഇക്വേഷൻ ഇങ്ങനെ മാറി. പെർസെന്റേജ് എറർ ഇൻ z is equal to percentage error in x plus percentage error in y. ഇപ്പൊ റിലേറ്റീവ് എറർ കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ ഏത് എററിലേക്ക് മാറ്റാം? പെർസെന്റേജ് എററിലേക്ക് മാറ്റാം. അപ്പൊ ഇതും കൂടി ഓർത്ത് വെക്കണം. പെർസെന്റേജ് എറർ ഇൻ റിസൾട്ട് z is equal to percentage error in x plus percentage error in y. ഇതേപോലെ നിങ്ങൾക്ക് പവറിന്റെ രീതിയിൽ എഴുതാട്ടാ. പവറിലെ റിലേറ്റീവ് എറർ ഇൻറ്റു എത്രയാണോ പവർ അത് ഇടതുവശത്തേക്ക് ഇറക്കിയിട്ടു. അപ്പൊ പെർസെന്റേജിൽ പറയുമ്പോൾ എന്തായിരിക്കും? പെർസെന്റേജ് എറർ ഇൻ ദ റിസൾട്ട് ഇസ് ഈക്വൽ ടു പവർ എത്രയാണോ ഇടതുഭാഗത്തേക്ക് ഇറക്കിയിട്ടത് ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ എക്സ്. എക്സ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്കിൽ. ഇപ്പൊ നിങ്ങൾക്ക് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് പ്രോബ്ലങ്ങളൊന്ന് ചെയ്തു. രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. പ്രോബ്ലം സെക്കൻഡ്. The temperature of two bodies measured by a thermometer are 50 plus or minus 0.5 degrees Celsius and 20 plus or minus 0.5 degrees Celsius. Calculate the temperature difference and error therein. Temperature of two bodies. രണ്ട് ഒബ്ജക്റ്റുകളുടെ ടെമ്പറേച്ചർ തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്തു. ഇത്രയാണ് അവരുടെ ടെമ്പറേച്ചർ. ഒരു എറർ ഉണ്ട് മെഷർമെന്റിൽ എങ്കിൽ ഈ രണ്ട് ഓബ്ജക്റ്റുകളുടെയും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എത്ര, അവിടെയുള്ള എറർ എത്ര എന്നുള്ളതാണ്. ഒന്നാമത്തെ ടെമ്പറേച്ചർ നമ്മൾ എടുത്തെഴുതി. T1 is equal to 50 plus or minus 0.5 degree Celsius. T2 is equal to 20 plus or minus 0.5 degree Celsius. ടെമ്പറേച്ചർ ഡിഫറൻസ് എങ്ങനെ കണ്ടെത്തുക? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് നമ്മൾ പറയാനുള്ളത്. ടെമ്പറേച്ചർ ഡിഫറൻസ് T is equal to T1 minus T2. ഈ T1 minus T2 കാണുമ്പോൾ ഈ വിലകൾ നമുക്ക് കൃത്യമായി കുറയ്ക്കാം. പക്ഷെ എററുകൾ കുറയ്ക്കാൻ പറ്റില്ല. എററുകൾ എപ്പോഴും എങ്ങനെ മാത്രമേ വരികയുള്ളൂ? എററുകൾ എപ്പോഴും കൂടി വരുന്ന രീതിയിൽ മാത്രമേ വരികയുള്ളൂ. നമ്മൾ എഴുതി വെച്ചുള്ളതാണ് ഡെൽറ്റ z is equal to ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. മൈനസ് ഇല്ല എററിന്റെ കാര്യത്തിൽ. അപ്പൊ നമുക്ക് ഈ വിലകൾ കണ്ടെത്തണമെങ്കിൽ T1 നിന്ന് T2 കുറയ്ക്കണം. അപ്പൊ T1ലേക്ക് നോക്കിയാൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ഇതാണ് T1, ഇത് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ T1 ആണ്. ഇതാണ് T2. T2ൽ സംഭവിച്ച എററാണിത്. അപ്പൊ ഇത് ഡെൽറ്റ T2 ആണ്. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് T is equal to T1 minus T2 കണ്ടാൽ സ്വാഭാവികമായി വരുന്ന ഉത്തരം 50 കുറയ്ക്കണം 20, that is equal to 30. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞ യഥാർത്ഥ രൂപം എന്താ? ടെമ്പറേച്ചർ പ്ലസ് ഓർ മൈനസ് എറർ ആണ്. അപ്പൊ ഇതിലെ എറർ കൂടി നമുക്ക് കിട്ടണം. അപ്പോ ഉത്തരത്തിൽ സംഭവിച്ച എറർ ഡെൽറ്റ z is equal to എന്നുള്ള രീതിയിൽ എഴുതി. ഉത്തരത്തിൽ സംഭവിച്ച എറർ ഡെൽറ്റ t is equal to ഡെൽറ്റ T1 പ്ലസ് ഡെൽറ്റ T2. ഇവിടെ മൈനസ് ഇല്ല കേട്ടോ.
ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് കാണുന്നതെങ്കിൽ പോലും. സോ ഐ ക്യാൻ റൈറ്റ് ഡെൽറ്റ T1 0.5 പ്ലസ് ഡെൽറ്റ T2 again 0.5. that is 1 degree Celsius. So the exact form of temperature difference is T plus or minus delta Z, that is 30 plus or minus 1 degree Celsius, and this is our result. അപ്പോൾ ഡിഫറൻസ് കാണുമ്പോൾ മെഷർ ചെയ്ത വാല്യൂകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്തോളൂ. പക്ഷെ എററിൽ എന്തില്ല? സബ്ട്രാക്ഷൻ ഇല്ല. എറർ കൂട്ടൽ വന്നാലും കുറയ്ക്കൽ വന്നാലും അഡീഷൻ മാത്രം കൂടി വരുന്ന രീതിയിൽ മാത്രമേ ഉത്തരത്തിലേക്ക് കൈമാറുകയുള്ളൂ. സോ അവർ റിസൾട്ട് ഈസ് 30 plus or minus 1 degree. മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. The percentage error in the measurement of length and breadth of a rectangle are 4% and 1.5% respectively. Calculate the error in area. ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 4% 1.5% എററിലാണ് മെഷർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ശതമാനം എറർ ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നോക്കൂ, ഇങ്ങനെ ഇക്വേഷൻ വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരുന്ന എറർ ഏതാണ്? റിലേറ്റീവ് എറർ ആണ്. റിലേറ്റീവ് എററിനെ നമുക്ക് പെർസെന്റേജ് ആക്കാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാം, ഏരിയയിൽ ഒരു പെർസെന്റേജ് എറർ ഉണ്ടാവും. സോ പെർസെന്റേജ് എറർ ഇൻ ഏരിയ ഈക്വൽ ടു എല്ലിൽ ഒരു പെർസെന്റേജ് എറർ ഉണ്ടാവും. പെർസെന്റേജ് എറർ ഇൻ ലെങ്ത് പ്ലസ്, കാരണം എററിൽ കൂട്ടൽ മാത്രമേ ഉള്ളൂ, പ്ലസ് പെർസെന്റേജ് എറർ ഇൻ ബ്രെഡ്ത്ത്. ശരിയല്ലേ? എന്താണ് എല്ലിലുള്ള പെർസെന്റേജ് എറർ? എങ്ങനെയാണ് അത് എഴുതുക? എല്ലിലെ പെർസെന്റേജ് എറർ എങ്ങനെ എഴുതുക? ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100. അത് എത്ര ശതമാനം എന്ന് പറഞ്ഞു? 4%. എന്താണ് ബ്രെഡ്ത്തിലെ പെർസെന്റേജ് എററിന്റെ റെപ്രസെന്റേഷൻ? അത് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 ആണ്. അത് എത്ര ശതമാനം? 1.5%. അപ്പൊ പിന്നെ എനിക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിലേക്ക്. വളരെ എളുപ്പത്തിൽ ഉത്തരായി. പെർസെന്റേജ് എറർ ഇൻ ഏരിയ ഈക്വൽ ടു പെർസെന്റേജ് എറർ ഇൻ എൽ, ദാറ്റ് ഈസ് 4%, പ്ലസ് പെർസെന്റേജ് എറർ ഇൻ ബി, ദാറ്റ് ഈസ് 1.5%. സോ റിസൾട്ട് ഈസ് 5.5%. This is the required result. Percentage error in area equal to 5.5. നാലാമത്തെ പ്രോബ്ലത്തിലേക്ക് നോക്കുക. The resistance R is equal to V by I. ഒരു ഫേമസ് ഇക്വേഷൻ ആണ്. Where V is equal to 100 plus or minus 5 volts and I is equal to 10 plus or minus 0.2 ampere. Find the percentage error in resistance R. റെസിസ്റ്റൻസിലുള്ള പെർസെന്റേജ് എറർ കാണുക. വോൾട്ടേജ് അളന്നപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് എറർ, കറന്റ് അളന്നപ്പോൾ ഇങ്ങനെയാണ് വില കിട്ടിയത്, കൂടെ എററും ഉണ്ട് എങ്കിൽ റെസിസ്റ്റൻസിലെ എറർ എത്ര? റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? R is equal to V by I ആണ്. ശരിയല്ലേ? എന്താണ് ആറും കണ്ടെത്താനുള്ള ഇക്വേഷനിൽ വേണ്ടത് നോക്കാം. ഒന്ന് വേണ്ടത് V ആണ്. V നമുക്ക് എടുത്തെഴുതിയാൽ V is equal to 100 plus or minus 5. I is equal to 10 plus or minus 0.2. നോക്കൂ, ഈ എഴുതി വെച്ച വിയിൽ ഇത് വിയും ഇത് ഡെൽറ്റ വിയുമാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എഴുതി വെച്ച കറണ്ടിൽ ഇത് ഐയും ഇത് ഡെൽറ്റ ഐയുമാണ്. എങ്കിൽ ഫൈൻഡ് ദ പെർസെന്റേജ് എറർ ഇൻ ആർ എന്നാണ് പറയുന്നത്. അപ്പൊ ആറിലെ പെർസെന്റേജ് എറർ നമുക്ക് ഇങ്ങനെ എഴുതാം. പെർസെന്റേജ് എറർ ഇൻ ആർ ഇസ് ഈക്വൽ ടു percentage error in V plus percentage error in I. ശരിയല്ലേ? പെർസെന്റേജ് എറർ പ്രകാരം എഴുതുകയാണെങ്കിൽ എന്താ വരിക? ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു വിയിലെ പെർസെന്റേജ് എറർ എത്ര എഴുതുക? ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 പ്ലസ് percentage error in I, delta I by I into 100. ശരിയല്ലേ? അതിൽ ഓരോ ആളുകളും ഉണ്ട്, നമുക്കൊന്ന് എടുത്ത് എഴുതാം. ഡെൽറ്റ വി 5 ഡിവൈഡഡ് ബൈ 100 into 100 പ്ലസ് ഡെൽറ്റ I 0.2 by I 10 into 100. എത്ര വരുന്നത്? 100 get cancel 5
1 0 get cancelled. 10 into 0.2, 2 plus 5, 7%. This is the percentage error in the result. The resistance R. Okay. Next problem നോക്കുക. The percentage error in the measurement of radius of a sphere is 2%. ഒരു സ്പിയറിന്റെ റേഡിയസ് മെഷർ ചെയ്തപ്പോൾ 2% പെർസെന്റേജ് എറർ സംഭവിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പെർസെന്റേജ് എറർ ഇൻ ഏരിയ ആൻഡ് വോളിയം. ഏരിയയിലും വോളിയത്തിലും സംഭവിച്ച പെർസെന്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്തായാലും റേഡിയസിലെ പെർസെന്റേജ് എറർ തന്നിട്ടുണ്ട്, 2%. ആദ്യം നമുക്ക് ഏരിയ നോക്കാം. ഏരിയയുടെ ഇക്വേഷൻ ഇതാണ്. ഏരിയ A ഈക്വൽ ടു 4πr². സ്പിയറിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ ഏരിയയിലെ പെർസെന്റേജ് എറർ ഇൻ ഏരിയ ഇസ് ഈക്വൽ ടു, ഇതില് 4 ഉണ്ട്, പൈ ഉണ്ട്, കോൺസ്റ്റന്റുകളാണ്. കോൺസ്റ്റന്റുകളിൽ ചേഞ്ച് ഉണ്ടോ, എറർ വരുന്നുണ്ടോ? ഇല്ല, അത് ഫിക്സഡ് വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് 4π എന്ന് പറയുന്ന കോൺസ്റ്റന്റിൽ വേരിയേഷൻ ഇല്ല, എറർ ഇല്ല. അപ്പൊ അതങ്ങ് ഒഴിവായി പോകും. അപ്പൊ 4πr² കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആര് മാത്രമേ വേരിയേഷൻ ആയിട്ട് വരുന്നുള്ളൂ? റേഡിയസ് അളക്കുമ്പോൾ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അതുകൊണ്ട് r² മാത്രമേ ഇനി ഇവിടെ ചെയ്യാനുള്ളൂ. r²ലെ പവർ വരുന്ന രീതിയിലാണ് എറർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിലെ പെർസെന്റേജ് എറർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ആ പവർ ഇറക്കിയിടണം. അതാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. 2 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ r, that equal to 2 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ r ആണ് എഴുതി വെച്ചിട്ടുള്ളത്, 2%. അപ്പൊ 2 ഇൻറ്റു 2%, that equal to 4%. വളരെ ഈസി ആയി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തി. This is the percentage error in area of the sphere. അതിന്റെ കൂടെ തന്നെ ആരും കൂടി ചോദിച്ചിട്ടുണ്ട്, വോളിയം. അപ്പൊ നമുക്ക് വോളിയത്തിന്റെയും കൂടി നോക്കാം. വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? 4/3πr³. അങ്ങനെയാണെങ്കിൽ ഇത് എഴുതിയ പോലെ ഇത് എഴുതിയാൽ പെർസെന്റേജ് എറർ ഇൻ വോളിയം ഇസ് ഈക്വൽ ടു 4/3π എടുക്കണം. ഇല്ല, കോൺസ്റ്റന്റ് ആണ്, ഫിക്സഡ് വാല്യൂ ആണ്, നോ വേരിയേഷൻ. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് മാറുന്നു. ബാക്കി വരുന്ന ആളാരാ? r³. പവർ വന്ന രീതിയിലാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത്. അപ്പൊ പവർ ഇറക്കിടണം. സോ ഇറ്റ് ഈസ് 3 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ റേഡിയസ് r. സോ ഇറ്റ് ഈസ് 3 ഇൻറ്റു ആറിലെ പെർസെന്റേജ് എറർ 2%. സോ ഇറ്റ് ഈസ് 6%. ദിസ് ഈസ് ദ പെർസെന്റേജ് എറർ ഇൻ വോളിയം. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ്. വാട്ട് ഈസ് ദ പെർസെന്റേജ് എറർ ഇൻ ഏരിയ ആൻഡ് വാട്ട് ഈസ് ദ പെർസെന്റേജ് എറർ ഇൻ വോളിയം. അടുത്ത പ്രോബ്ലം നോക്കുക. പ്രോബ്ലം നമ്പർ 6. A physical quantity P is equal to a³ b² divided by √c into d. The percentage error in the measurements of A, B, C and D are 1%, 3%, 4% and 2% respectively. What is the percentage error in P? നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ എയിലെ പെർസെന്റേജ് എറർ തന്നിട്ടുണ്ട്, ബിയിലെ പെർസെന്റേജ് എറർ തന്നിട്ടുണ്ട്, സിയിലെ പെർസെന്റേജ് എറർ തന്നിട്ടുണ്ട്, ഡിയുടെ പെർസെന്റേജ് എറർ തന്നിട്ടുണ്ട്. എങ്കിൽ ഇവ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആളായ പി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെ പെർസെന്റേജ് എറർ എത്ര എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നേരത്തെ ചെയ്തതുപോലെ ചെയ്തെടുക്കാം. എയിലെ പെർസെന്റേജ് എറർ എനിക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. അതാണ് ആ സംഭവം. പെർസെന്റേജ് എറർ എത്രയാ? 1%. ബിയിലെ പെർസെന്റേജ് എറർ ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. അത് എത്രയാ? 3%. അപ്പൊ സിയിലെ പെർസെന്റേജ് എറർ എങ്ങനെ എഴുതാം? ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100. അത് എത്രയാ? 4%. ഡിയിലെ പെർസെന്റേജ് എറർ ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100, 2% ആണ്. അങ്ങനെയെങ്കിൽ പി എന്ന് പറയുന്ന ഇയാളുടെ പെർസെന്റേജ് എറർ എന്താ? നമുക്കൊന്ന് എഴുതി നോക്കാമേ. ആ രീതിയിൽ ചെയ്തു പോകുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. പെർസെന്റേജ് എറർ ഇൻ പി ഇസ് ഈക്വൽ ടു ആരുടെയൊക്കെ തുക കാണണം? പെർസെന്റേജ് എറർ ഇൻ a³ പെർസെന്റേജ് എറർ ഇൻ a³ പ്ലസ് പെർസെന്റേജ് എറർ ഇൻ അടുത്ത ആളാരാ? b². വീണ്ടും പ്ലസ് ആണ്. പ്ലസ് പെർസെന്റേജ് എറർ ഇൻ √c. ഈ √c എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാട്ടാ, c കാതം 1/2 പ്ലസ് പെർസെന്റേജ് എറർ
ഇൻ ഡി. കണ്ടോ? ഇപ്പൊ ഡിവൈഡഡ് എന്നുള്ള ആളൊക്കെ വന്നാലും ഒക്കെ എററിൽ പ്ലസ് ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് പെർസെന്റേജ് എറർ ഇൻ എ ക്യൂബ്. പവർ വന്നിരിക്കുന്നു. പവർ വന്ന് എന്ത് ചെയ്യണം? അത് ഇടത് ഭാഗത്ത് ഇറക്കിയിടണം. അപ്പൊ 3 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ എ എന്നായി മാറും. 3 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ എ, പെർസെന്റേജ് എറർ ഇൻ എ ഒരു പെർസെന്റേജ് ആണ്. അപ്പൊ 3 ഇൻറ്റു 1% പ്ലസ് അടുത്തത് പെർസെന്റേജ് എറർ ഇൻ ബി സ്ക്വയർ. പവർ വന്നു, പവർ ഇറക്കിയിട്ടു. 2 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ ബി. പെർസെന്റേജ് എറർ ഇൻ ബി എത്രയാ? 3% പ്ലസ് റൂട്ട് സി എന്നുള്ളത് സി കാരണം 1/2 എന്ന് എഴുതാം. അപ്പൊ ഇതിനും പവർ വന്നു. അപ്പൊ ആ 1/2 എന്നുള്ളത് ഇറക്കിയിട്ടു. 1/2 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ സി. സി എത്രയാ? 4% പ്ലസ് അടുത്തത് പെർസെന്റേജ് എറർ ഇൻ ഡി 2%. അതിൽ ഇറക്കിടാൻ ഒന്നുമില്ല, പവർ 1 ആണ്. അപ്പൊ അങ്ങനെ എഴുതി വെച്ചാൽ സോ ഇറ്റ് ഈസ് 3 ഇൻറ്റു 1 3% പ്ലസ് 2 ഇൻറ്റു 3 6% പ്ലസ് 1/2 ഇൻറ്റു 4 that is 2% പ്ലസ് 2%. ടോട്ടൽ എത്ര? 6 3 9 2 11 2 13%. This is the percentage error in the physical quantity P. ശ്രദ്ധിക്കുക, ഡിവൈഡ് ചെയ്ത് വന്നാലും എറർ കാണുമ്പോ കൂട്ടല് മാത്രമേ ഉള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. എടുത്ത് നോക്കാം, ഈ ക്ലാസ്സിലെ അവസാനത്തെ പ്രോബ്ലം ആയിരുന്നു. ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുള്ളത് പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് T = 2π × √L/G. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ ആണ് T = 2π × √L/G. Measured value of L is 20 cm, non 1 mm accuracy, and time for 100 oscillation of pendulum is found to be 90 seconds using a wristwatch with 1 second resolution. What is the accuracy in G? നമുക്കൊരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ ഇതാണ്. അതിൽ ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. അത് 1 മില്ലിമീറ്റർ ആക്യുറസിയിൽ മെഷർ ചെയ്തിട്ടുണ്ട്. 20 സെന്റിമീറ്ററിൽ 1 മില്ലിമീറ്റർ കൂടാനോ കുറയാനോ ഒരു സാധ്യത ഉണ്ട് എന്നാണ് ലെങ്തിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ടൈം അളന്നിട്ടുള്ളത് 100 ഓസിലേഷന് 90 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. ഒരു റിസ്റ്റ് വാച്ച് വെച്ചിട്ടാണ് 100 ഓസിലേഷന് 90 സെക്കൻഡ് അളന്നപ്പോൾ 1 സെക്കൻഡ് കൂടാനോ കുറയാനോ ഒരു സാധ്യത ഉണ്ട്. ആ 1 സെക്കൻഡ് റെസൊല്യൂഷൻ വെച്ചിട്ടാണ് അളന്നിട്ടുള്ളത്. എങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണുമ്പോഴുള്ള അതിന്റെ ആക്യുറസി എത്രയായിരിക്കും എന്നാണ്. ഞാൻ ആ ടൈം പീരിയഡ് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. T = 2π × √L/G ആണ്. ഇതിൽ ജിയിലെ ആക്യുറസി ആണ് ചോദിച്ചിട്ടുള്ളത്, ജിയിലെ എറർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ T² റൂട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. T² 4π² × L/G ആയിരിക്കും. ജി കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായി മാറിയിട്ടുണ്ടാവും? 4π² × L/T². പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ടൈം പീരിയഡ് ആണ്, ഒരു ഓസിലേഷന്റെ സമയമാണ്. അതുകൊണ്ട് G = 4π² × L/T². ഇതില് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. ജിയിലെ റിലേറ്റീവ് എറർ എന്തായിരിക്കും? ΔG/G. C = 4π² വേരിയേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇയാൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇൻറ്റു എല്ലിലെ റിലേറ്റീവ് എറർ ΔL/L പ്ലസ് ആണ് വരിക, ഉറപ്പല്ലേ? T² എഴുതുമ്പോ ആ 2 ഇങ്ങോട്ട് ഇറക്കിയിടണം. ഇൻറ്റു ΔT/T. ഇതില് നമുക്ക് ആളുകളൊന്ന് എടുത്ത് എഴുതിയാൽ ΔL എത്രയും നോക്കാം, L എത്രയും നോക്കാം. L = 20 സെന്റിമീറ്റർ. അപ്പൊ ΔL അതിൽ സംഭവിക്കുന്ന എറർ എത്രയാ? 1 മില്ലിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടി എഴുതുമ്പോൾ ഒരു യൂണിറ്റിൽ എഴുതേണ്ടതുള്ളത് കൊണ്ട് 1 മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റിയാൽ അത് എത്രയാ? 0.1 സെന്റിമീറ്റർ. അപ്പൊ അത് എഴുതുമ്പോൾ 20 ± 0.1 സെന്റിമീറ്റർ അങ്ങനെയാണ് വരിക. അതേപോലെ നമുക്ക് ΔL ആയി അടുത്തത് ടിയും ΔTയും കണ്ടെത്തണം. അതിന് ഇവിടെ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനില് 100 ഓസിലേഷന്റെ സമയം തന്നിട്ടുണ്ട്, 90 സെക്കൻഡ് ആണ്. എങ്കിൽ ടൈം പീരീഡ് എത്രയായിരിക്കും? ടൈം പീരീഡ് = ആകെ സമയം ബൈ നമ്പർ. അത് = 90/100.
100. അപ്പൊ ഒരു ഓസിലേഷൻ എത്രയേ വേണ്ടുള്ളൂ? 0.9 സെക്കൻഡ്. അപ്പൊ അതിൽ ടി കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൽ വേണ്ടത് എന്താ? ഡെൽറ്റ ടി ആണ്. നോക്കൂ, 100 ഓസിലേഷൻ 90 സെക്കൻഡ് എടുക്കുമ്പോഴാണ് 1 സെക്കൻഡിന്റെ വേരിയേഷൻ വരുന്നത്. അതുകൊണ്ട് ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ്. ഡെൽറ്റ ടി 1 സെക്കൻഡ് വന്നിരിക്കുന്നത് 100 ഓസിലേഷൻ ആണ്. അപ്പൊ 1 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 100 എത്രയാ? 0.01 സെക്കൻഡ്. അപ്പൊ ടിയുമായി ഡെൽറ്റ, ടിയുമായി എൽ ആയി, ഡെൽറ്റ എൽ ആയി. നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കാം. ഇതിനെ നമുക്ക് പെർസെന്റേജ് എറർ ആയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ 0.1 ബൈ എൽ 20 into 100 plus 2 into delta t 0.01 by t 0.9 into 100. That is equal to 22. 1 by 2 0.5 plus 2 into 0.01 by 0.9 into 100 1.11. That is 0.22. That is equal to 2.72%. Approximately 3%. This is the accuracy in the measurement of acceleration due to gravity. There is 3% error occur in the result. Okay, thank you.